ഹായ് ഹലോ, മിഷനി ഹിയർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളൊരു വ്യക്തിയെ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടായിരിക്കും നോർമലി നമ്മൾ എല്ലാവരും ടാരറ്റ് റീഡിങ് കാണാം. അപ്പോൾ ആ വ്യക്തിയായിട്ടുള്ള നിങ്ങളുടെ ബന്ധത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ കുറേ കാർഡ് എടുക്കുന്നുണ്ട്. അവർ നിങ്ങളെ ചതിച്ചുവോ, അതോ നിങ്ങളോടുള്ള സ്നേഹ ആത്മാർത്ഥമായിരുന്നോ, അങ്ങനെ അവരുടെ എല്ലാ ഫീലിങ്സും ഇപ്പോഴത്തെ ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. അതുകൊണ്ട് ഇത് ഈ പറയുന്ന കാര്യങ്ങളെ ഒന്നിനെയും ഫോഴ്സ് ചെയ്തിട്ട് റെസിനേറ്റ് ചെയ്യരുത്. ടൈംലെസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം. ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ഇത് ഒത്തു പോകുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കാം. പിന്നെ നമുക്ക് പേഴ്സണൽ റീഡിംഗ് അവൈലബിൾ ആണ്. നമ്മൾ നെഗറ്റീവും പറയും, പോസിറ്റീവും പറയും, റിവേഴ്സ് കാർഡൊക്കെ എടുക്കുന്നുണ്ട്. നിങ്ങളെ സന്തോഷിപ്പിക്കുക എന്നതല്ല ഉദ്ദേശം, നിങ്ങൾക്കൊരു സൊല്യൂഷൻ തരിക, നിങ്ങളാ കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്നാലും അത് നിങ്ങളുടെ ഒരു എന്താ പറയുക, കറക്റ്റായിട്ട് നിങ്ങളുടെ എനർജി ആയിട്ട് ഓക്കെ ആവുന്നു എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾക്കത് മുന്നോട്ട് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കത് വേണ്ടെന്ന് വയ്ക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ ലൈഫിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്നത് നിങ്ങൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ റീഡിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ പറ്റി നല്ല രീതിയിൽ ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് റെസിനേറ്റ് ആകുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി നല്ല രീതിയിൽ ചിന്ത അവരൊരു എനർജി കൊണ്ടുവന്നതിന് ശേഷം കാണാം. വീഡിയോ കാണുമ്പോൾ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു ബന്ധത്തിൽ ഇപ്പോഴത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ നിങ്ങളൊരു നോ കോണ്ടാക്റ്റ് ആയിരിക്കാം, ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാകാം. സിറ്റുവേഷൻ മേ ബി സാഹചര്യമാകാം, വ്യക്തിയാവാം, മറ്റു പല കാര്യങ്ങളാകാം. അതുപോലെ പിന്നെ ഏജ് ഡിഫറൻസ്, ജാതി, മതം, പിന്നെ സമൂഹത്തിലെ ഉയർച്ച താഴ്ച നിലവാരങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ളത്. ഇത് കാണുന്നവർ പല വിധത്തിലുള്ളവരായിരിക്കും. അപ്പോൾ അവരുടെയും എന്താ പറയുക, സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇതിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു പിന്തുണയുടെ അഭാവമാണ്. ചിലപ്പോൾ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റ് വ്യക്തികളുടെ എന്താ പറയുക ഒരു സഹായം ആവശ്യമായിട്ട് വന്നേക്കാം, അല്ലെങ്കിൽ അവരൊരു പിന്തുണ ആവശ്യമായിട്ട് വന്നേക്കാം. അത് ഇതിലില്ല എന്ന് തന്നെ പറയാം. ഈ ഒരു ബന്ധത്തിന് ചൊല്ലി നിങ്ങളുടെ ഭവനത്തിൽ, വീട്ടിൽ ഒരുപാട് സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. ഇത് കുറച്ച് പേർക്കൊക്കെ മേ ബി ഈ ഉണ്ടായ കാര്യങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പ്, ഇപ്പോൾ നിങ്ങൾ എന്തായാലും ബ്രേക്കപ്പ് ആയിട്ടിരിക്കുകയായിരിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കൂടുതൽ ഒരു 80% പേർക്കും കാണുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു അവസ്ഥ കുറച്ച് പേർക്കൊക്കെ മേ ബി ക്ഷണികമായിരിക്കാം, താൽക്കാലികമായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ഈ വ്യക്തി അല്ലെങ്കിൽ നിങ്ങളും ഇതിൽ എന്താ പറയുക വളരെയധികം ഉത്കണ്ഠ, നിരാശ, ആഘാതം എന്നീ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, ഇങ്ങനെ സംഭവിച്ചോ എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ ഒരു എന്താണ് ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ വരെ നിങ്ങൾക്ക് ഒരുപക്ഷെ തോന്നുന്നുണ്ടാകാം. ഈ സമയത്ത് കുറച്ച് പേരൊക്കെ എന്തുകൊണ്ടാണ് ഇതിനെ സംഭവിക്കുന്നത്, എന്തിനാണ് ഞാൻ ഈ വ്യക്തിനെ കണ്ടുമുട്ടിയത്, എന്തായിരുന്നു എൻ്റെ പർപ്പസ്, അങ്ങനത്തെ കുറേ അവസ്ഥയിലിരിക്കുന്ന ആൾക്കാരുണ്ടാകാം. ചിലപ്പോൾ ഒന്നോ രണ്ടോ സിറ്റുവേഷൻസ് ഒക്കെ വന്നിട്ട് അതിനെ എന്താ പറയുക ഒരു തെരഞ്ഞെടുപ്പ് എടുക്കേണ്ടി വരുന്ന ഒരവസ്ഥ. ഇപ്പോൾ വീട്ടുകാരാണോ അതോ അവരാണോ വേണ്ടത്, അങ്ങനത്തെ ഫാമിലിക്ക് മുൻതൂക്കം കൊടുക്കണം, അങ്ങനത്തെ അവസ്ഥകൾ, ജാതി, മതം, പിന്നെ ഇങ്ങനൊരു കാര്യത്തിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും. അപ്പോൾ അവരതിൻ്റെ തെറ്റും ശരിയും കാര്യങ്ങളും എല്ലാത്തിനും നല്ല രീതിയിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നുണ്ടാകാം. ഒരു എന്താ പറയുക, കുറച്ച് പേരൊക്കെ ഡേ ഡ്രീം കണ്ട് പണ്ട് അവർ ഇട്ടിട്ട് പോയ അതേ അവസ്ഥയിൽ തന്നെ ഇരിക്കുന്നുണ്ടാകാം. ഇനി എന്ത് മുന്നോട്ട് ചെയ്യണം, അല്ലെങ്കിൽ അവർ തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷയോടുകൂടി അവരുടെ മെസ്സേജുകൾ, അവരുടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നോക്കി അവരുടെ വിലപ്പെട്ട സമയം കളയുന്നുണ്ടാകാം. ചിലപ്പോൾ ഒരു പക്ഷേ അവരൊരു പ്രതീക്ഷയൊരു ഇതിലങ്ങനെ മുന്നോട്ട് പോകുമായിരിക്കും. ഓരോ ദിവസവും ടാരറ്റ് റീഡിങ് കണ്ട് പോസിറ്റീവ് മാത്രം എടുത്ത് നമ്മളെ നെഗറ്റീവിനെ ഒന്നിനെയും അംഗീകരിക്കാൻ തയ്യാറാവാതെ അങ്ങനെ ഇന്ന് വരും നാളെ വരും എന്നൊരു പ്രതീക്ഷയിൽ ഇരിക്കുന്ന ആൾക്കാരും ഈ ബന്ധത്തിൽ ഉണ്ടാകാം. ഇത് ഞാൻ പല ടൈപ്പിലുള്ള ആൾക്കാരായിരിക്കും കാണുന്നത്. അവർക്കെല്ലാം പലതരത്തിലായിരിക്കും റെസിനേറ്റ് ആക്കുന്നത്. ജനറൽ റീഡിംഗ് ആണ്. ഓക്കെ, കുറേ പേരൊക്കെ ഈ ബന്ധത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരം എല്ലാം തിരിച്ചറിഞ്ഞു, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ഉപേക്ഷിച്ചിട്ടുണ്ടാകും. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ നിർത്തിയിട്ടുണ്ടാകാം. അമിതമായിട്ട് ഇവർ ചിലപ്പോൾ നിങ്ങളെ തമ്മിൽ സ്നേഹിച്ചിട്ടുണ്ടാകാം. അതേപോലെ തന്നെ ഇപ്പോൾ അമിതമായിട്ട് വെറുക്കുന്നുണ്ടാകാം. ഒരു ഉണ്ടായിരുന്ന ആ ട്രസ്റ്റ് കാര്യങ്ങളെല്ലാം ഒരിക്കലും അത് പോയാൽ പോയത് തന്നെയാണ് എന്ന് പറയുന്ന പോലെ ഒരു നശിപ്പിച്ച ആത്മവിശ്വാസം എന്ന് പറയുന്നത്. ആ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ആ വ്യക്തിയിൽ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു ഇതുണ്ടായിരുന്നു, അതിനെ പൂർണ്ണമായിട്ട് നശിപ്പിച്ച് കളഞ്ഞു എന്നൊരു രീതിയിലുള്ള ഒരു എനർജി കാണുന്നുണ്ട്. കുറച്ച് പേരിലൊക്കെ ഈ റിലേഷൻഷിപ്പ് എന്താ പറയുക, അമിതമായിട്ടുള്ള അഹങ്കാരം നിങ്ങൾക്കോ അവർക്കോ അല്ലെങ്കിൽ രണ്ടു പേർക്കും ഉണ്ടാവാം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടും അംഗീകരിക്കുന്നുണ്ടാകില്ല.
അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ കുറേ റിലേഷൻഷിപ്പിൽ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മെയിനായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഈഗോ, ട്രസ്റ്റ് ഇഷ്യൂസ്. ട്രസ്റ്റാണ് പ്രധാനം. കുറേ പേർക്ക് ഒരു സ്വാർത്ഥ മനോഭാവമായിരിക്കും. അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം എന്ന രീതിയിലായിരിക്കും. നിങ്ങൾ എത്രമാത്രം അങ്ങോട്ട് സ്നേഹം കൊടുക്കുന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് ചിലപ്പോൾ ഒരുപക്ഷെ ലഭിക്കുന്നുണ്ടാകില്ല. ഈ തൂമ്പേരെ ആറ്റിറ്റ്യൂഡ് പോലെ വൺ സൈഡിലോട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം അത്തരം ബന്ധങ്ങളിൽ നിൽക്കാതിരിക്കുകയാണ് ചെയ്യുക. അല്ലാതെ പിന്നെ അതിലൊരുപാട് ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കുക. ഒരുപക്ഷെ ഇങ്ങനെ ഇത്തരത്തിൽ ഇപ്പോൾ നിങ്ങൾ നേരത്തെ ഇതേപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ അതൊരു കർമ്മയായിരുന്നു, അതങ്ങനെ സംഭവിക്കാനുള്ളതായിരുന്നു എന്ന് വിശ്വസിച്ചിട്ട് നോർമൽ ലൈഫിലോട്ട് വന്നിട്ട് മുന്നോട്ട് പോകാം നിങ്ങളുടെ കാര്യങ്ങളായിട്ട്. അല്ലാതെ അവിടെ കാത്തിരുന്നിട്ട് മറ്റ് പ്രയോജനമോ കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല എന്ന് മനസ്സിലാക്കാം. കാരണം ആ റിലേഷൻഷിപ്പ് സ്വാർത്ഥതയും അസൂയയും അരക്ഷിതാവസ്ഥയും നിറഞ്ഞതാണ്. അത് ചിലപ്പോൾ നിങ്ങൾ എന്താ പറയുക, ഇതൊരു ഓൺ ആൻഡ് ഓഫ് പോലത്തെയുള്ള റിലേഷൻഷിപ്പൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 2 ദിവസം അടി, അത് കഴിയുമ്പോൾ വീണ്ടും സെറ്റ് ആവുന്നു, പിന്നെ വീണ്ടും അങ്ങനത്തെ കുറേ സാഹചര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് ഇത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം ഒരു അരക്ഷിതാവസ്ഥയിൽ നിന്നിട്ട് നമ്മളതിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം അതിൽ ഒരു വ്യത്യാസം വരുന്നില്ല. ഒരു വ്യത്യാസം വന്നത് കറക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണെങ്കിൽ ഓക്കെ, അല്ലാത്തതാണെങ്കിൽ നമ്മൾ ആ ബന്ധത്തിൽ നിന്നിട്ട് ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. തീർച്ചയായിട്ടും കുറേ പേർക്ക് ഈ ബന്ധത്തിലൊരു അവസാനമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതൊരു പുതിയൊരു തുടക്കമായിരിക്കാം. എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചൊരു കാര്യം ഓക്കെ ആവുന്നത്, അല്ലെങ്കിൽ പിന്നെ അവിടെ പരസ്പരം അത് പറ്റില്ല എന്ന് കണ്ടിട്ട് നിങ്ങൾ തന്നെ പരസ്പരം സാഹചര്യങ്ങളെയും കാര്യങ്ങളെയും അവസ്ഥകളെയും എല്ലാത്തിനും മനസ്സിലാക്കിയിട്ട് പരസ്പരം മാറിപ്പോകുന്നതാകാം. അപ്പോൾ ആ സമയം നിങ്ങളിലും അവരിലും മാറ്റങ്ങൾ വരുന്നുണ്ടാകാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ബന്ധത്തിന് വല്ലാതൊരു രൂപാന്തരം സംഭവിക്കുന്നുണ്ടാകാം. അപ്പോൾ ഇതൊന്നും നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെയല്ല, ഇത് സംഭവിക്കുന്നതാണ്. യൂണിവേഴ്സിൽ ഓൾറെഡി ഇത് പ്ലാൻ ചെയ്ത് ഇത് ഇങ്ങനെ സംഭവിക്കേണ്ടതാണ്. നമുക്ക് വേണമെങ്കിൽ ആഗ്രഹിക്കാനേ പറ്റുള്ളൂ. എന്താണ് അവിടെ സംഭവിക്കേണ്ടത് എന്നുള്ളത് സംഭവിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. പിന്നീട് ചിലപ്പോൾ കുറേ നാളുകൾ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് മനസ്സിലാവും, ഓ അന്ന് അത് സംഭവിച്ചത് അതിന് വേണ്ടിയിട്ടായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. പിന്നെ ഈ ബന്ധത്തിൽ നമ്മൾ ഈ പറഞ്ഞല്ലോ, ഒട്ടും ഇതേപോലെ തന്നെ സ്വാർത്ഥതയും അസൂയയും അരക്ഷിതാവസ്ഥയും എന്താ പറയുക ഉൾക്കണ്ട, ഇത് ഒരാൾ മാത്രമേ ചിലപ്പോൾ വൺ സൈഡ് മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ. ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്, ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്ന എല്ലാ പ്രോബ്ലംസും ഉണ്ട്. പിന്നെ മാത്രമല്ല, ഇപ്പോൾ ആരെങ്കിലും പരസ്പരം കുറേ കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ രണ്ടുപേരും മറച്ചു വെക്കുന്നുണ്ടാകാം. ഈ സ്നേഹത്തിന് പണ്ട് നിങ്ങൾ പരിചയപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഈ ബന്ധം തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു പവിത്രതയും ഒരു കാര്യങ്ങളും ഇപ്പോൾ ഇല്ല, ഉള്ളതായിട്ട് ഒന്നുമില്ല. ഒരു സത്യസന്ധതയും കാര്യങ്ങളോ ഒന്നുമില്ല. ചിലപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തി ബലഹീനതയായിരിക്കാം, ചിലപ്പോൾ രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ബലഹീനതയായിരിക്കാം. പക്ഷെ നിങ്ങളിൽ അങ്ങനെ കാലം സംഭവിക്കുന്നതായിരിക്കാം, അതങ്ങനെ സംഭവിക്കാനുള്ളതായിരിക്കാം. മറ്റുള്ളവരുടെ ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ ഒരുപാടുണ്ടാകാം. ചിലപ്പോൾ ഫാമിലിയിൽ നിന്നാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ ഇഷ്ടപ്പെടുന്ന മറ്റ് വ്യക്തികളാകാം. അങ്ങനത്തെ ഒരുപാട് സാഹചര്യങ്ങളൊക്കെ പ്രവർത്തകരാകാം. ഈ ഒരു ബന്ധത്തിൽ നിങ്ങളുടെ വ്യക്തിക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ ഒട്ടും എന്താ പറയുക, ഇത് മുന്നോട്ടൊരു സ്റ്റെപ്പ് എടുക്കാൻ പറ്റുന്നില്ല. അത് അവരുടെ ഒരു കഴിവില്ലായ്മയാണ്. അവരിൽ ഒരുപാട് അമിതമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ കാര്യങ്ങളുണ്ടാകാം. ചിലപ്പോൾ അത് നിങ്ങളിലാകാം. ഇതിൽ രണ്ടിലും ഒരു വ്യക്തി അല്ലെങ്കിൽ രണ്ടുപേരും പൂർണ്ണമായും ഇതിനെ ഉപേക്ഷിച്ചു, കത്തിച്ച് കളഞ്ഞു ഈ ബന്ധത്തിനെ. അത്തരൊരു എനർജിയാണ് ഇതിൽ കാണുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ബ്ലാക്ക് മാജിക് എന്തായാലും മസ്റ്റായിട്ടുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കണ്ണുകൾ കാര്യങ്ങൾ, അങ്ങനെ പല ടൈപ്പിൽ നമ്മൾ പറയുമല്ലോ. നെഗറ്റീവ് എനർജീസ് കുറേ ഇതിലുണ്ട്. ഇതൊരു ഡെവിൾ കാർഡൊക്കെ വന്നിട്ടുണ്ട്. ആസക്തിയാണ്. ചിലപ്പോൾ അത് ശാരീരികമായിട്ടാകാം, മാനസികമായിട്ടുള്ള നിങ്ങളുടെ വ്യക്തിനെ സ്വന്തമാക്കാനുള്ള മറ്റാൾക്കാരുടെ ഇതാവാം. അങ്ങനെ എന്തൊരു കാര്യം, അല്ലെങ്കിൽ അങ്ങനെ അതിന് വേണ്ടിയിട്ട് നെഗറ്റീവ് എനർജികൾ ഒരുപാട് നിങ്ങളിലോ നിങ്ങളുടെ വ്യക്തിയിലോ ഉള്ളതായിട്ട് മനസ്സിലാകുന്നു. ഇതിൽ നിന്നെല്ലാം കടന്നു പോരാ ഒരു ഇന്നർ സ്ട്രെങ്ത് കുറച്ച് പേർക്ക് വളരെ കുറച്ച് പേർക്ക് മാത്രം ഉണ്ടാകുന്നുണ്ട്. ആ കാര്യങ്ങളെ ധൈര്യപൂർവ്വം നേരിട്ട് മുന്നോട്ട് ആ പടി ആ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരാൻ വളരെ കുറച്ച് പേർക്ക് അതിലൊരു ചാൻസ് കാണുന്നുള്ളൂ. കാരണം വളരെ കുറച്ച് ഒരു 20% റിലേഷനിൽ മാത്രമാണ് അതിലൊരു സ്ട്രെങ്ത് തിരികെ വരുന്നതായിട്ട് കാണുന്നുള്ളൂ. അല്ലാത്തതെല്ലാം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ട് അത് അങ്ങനെ സംഭവിക്കേണ്ടതാണെന്ന് പറഞ്ഞ് മാറേണ്ടതാണ്. ഇതിൽ ഒരു ഊർജത്തിൻ്റെ അഭാവം, എന്താ പറയുക, പരസ്പരമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ഊർജ്ജം ആ റിലേഷൻഷിപ്പിന് സ്ട്രോങ് ഇല്ല. പണ്ടത്തെ അത്ര വിരസതയാണ്, ആവർത്തന വിരസതയായിട്ടുണ്ടാകാം. പിന്നെ ഒട്ടും അഭിനിവേശത്തിൻ്റെ അഭാവം എന്നൊക്കെ പറയുന്ന പോലെ ഒന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പണ്ടുണ്ടായിരുന്ന ഒന്നുമില്ല. ഇതിലൊരുപാട് തടസ്സങ്ങൾ, ഈ പറഞ്ഞ പോലെ തേർഡ് പാർട്ടി ആവാം, ബ്ലാക്ക് മാജിക് ആകാം, ഫാമിലി ആവാം, സാഹചര്യങ്ങളാകാം, എന്തും ആവാം. ഇതിലിങ്ങനെ കാലതാമസമാണ് വരുന്നത്. അപ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി നമ്മൾ കാത്തിരുന്നിട്ട് ഒരു കാര്യമില്ല എന്നർത്ഥം.
കാരണം അതിൽ നിരാശ മാത്രമാണ് സംഭവിക്കുന്നുള്ളൂ. ഞാനീ പറഞ്ഞ പോലെ ഒരു 20% ആൾക്കാർക്ക് മാത്രമാണ് ഇതൊക്കെ മേ ബി രണ്ടാമതൊരു ഇതിലോട്ട് റീയൂണിയൻ പോലത്തെ പരിപാടിയിലേക്ക് വരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഇതിവിടെ അവസാനിക്കുകയാണ്. കാരണം ഈ സമയത്ത് നിങ്ങൾക്ക് ഈ ബന്ധത്തിലെ നിങ്ങളുടെ മൊത്തം സാഹചര്യങ്ങളെ നിങ്ങൾ ഈ 2 പേരും ഒരുമിച്ചുള്ള ആ സിറ്റുവേഷന് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളെയും പറ്റി ഒരു വ്യക്തമായിട്ടുള്ള ഒരു വ്യക്തത വരുന്നുണ്ട്. കുറേയേറെ സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാകാം. ചിലപ്പോൾ ഒരാൾ മാത്രമേ മനസ്സിലാക്കുന്നുണ്ടാവുള്ളൂ, മറ്റൊരാൾ ഇപ്പോഴും മനസ്സിലാക്കുന്നുണ്ടാകില്ല. അതായിരിക്കാം നിങ്ങളുടെ ബന്ധത്തിൻ്റെ തടസ്സം. ഇതിനൊരു കാരണവും ഫലവും ഉണ്ട്. അതെന്താണ് എന്നൊക്കെ നിങ്ങൾ തിരിച്ചറിയുന്നൊരു സമയം എന്ന് പറയാം. തീർച്ചയായിട്ടും നിങ്ങളെയോ നിങ്ങളുടെ വ്യക്തിയെയോ മറ്റ് തേർഡ് പാർട്ടീസ് വ്യക്തികൾ നിങ്ങളുടെ അശ്രദ്ധയെ മുതലെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കുറച്ച് പേർക്ക് സാഹചര്യമാകാം, പണസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്തായിരിക്കാം. ഇപ്പോൾ ഇതിൽ അശ്രദ്ധയും മുതലെടുത്താൽ ചിലപ്പോൾ പണസംബന്ധമായിട്ടാകാം, നിങ്ങൾ ചിലപ്പോൾ നിയമക്കുരുക്കിലേക്ക് വരാം, ചിലപ്പോൾ മറ്റുള്ള തരത്തിലുള്ള പ്രതികാരങ്ങൾ, കാര്യങ്ങൾ, അങ്ങനെ എന്ത് വേണമെങ്കിലും വരാം. നിയമപരമായ കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതായിട്ടുണ്ടാകാം. ഒരു വഞ്ചന, ഒരു തന്ത്രം, മനഃപൂർവ്വം ചതിക്കുക, അത് ഏത് വിധത്തിലും ആവാം. ചിലപ്പോൾ നിങ്ങളൊരു സ്ഥലം വാങ്ങിയിട്ട് അതിൽ പേപ്പറിൽ ഒപ്പിടുമ്പോൾ അതിൽ ഇത്തരം പണസംബന്ധമായിട്ടുള്ള കാര്യങ്ങളുടെ, നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ, അങ്ങനെ എല്ലാ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. അതിൽ കുറേ പേർക്കൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം. തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ആ വ്യക്തിയെ ആഗ്രഹിക്കുന്ന മറ്റ് വ്യക്തികൾക്ക്, തേർഡ് പാർട്ടികൾക്ക് ഒട്ടും നിയന്ത്രിക്കാൻ സാധിക്കാത്തൊരു അഭിലാഷമായിരിക്കും അത്. അതിന് വേണ്ടിയിട്ടായിരിക്കും അവർ ചിലപ്പോൾ എന്ത് വില കൊടുത്തും വിജയിക്കുക എന്നൊരിതില്ലേ. ഇതിലൊരുപാട്, ഈ ബന്ധത്തിൽ ഒരുപാട് നിങ്ങളുടെ തേർഡ് പാർട്ടീസിൻ്റെ ഒളിച്ചുകളികൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിന്ന് സാധാരണ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ കാർഡുകൾ എടുത്തിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒരു എനർജി പെട്ടെന്ന് വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് എടുത്തതാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ കാര്യങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ അതിനെ അവിടെ വിട്ട് കളഞ്ഞേക്കാം. വെറുതെ നെഗറ്റീവ് എനർജി കയറ്റി നിങ്ങളുടെ വിലപ്പെട്ട സമയവും കാര്യങ്ങളും ചിന്തകളും അതിനൊന്നും കളയാതിരിക്കുക. പിന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും ടൈംലെസ് ആണ്. ഓക്കെ, അപ്പോൾ കുറേ പേരൊക്കെ വീഡിയോ ഒന്നും കൂടി ഒരു എന്താ പറയുക, വേറൊരു രീതിയിലൊക്കെ ചെയ്യാൻ പറഞ്ഞിരുന്നു. പല പല ടോപ്പിക്കൊക്കെ നമ്മളോട് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടോട്ടലി ടാരറ്റ് റീഡിങ്ങിൻ്റെ ഒരു മാക്സിമം ഒരുപാട് കാർഡുകളൊക്കെ എടുത്തിട്ട് ടൈമൊക്കെ കൂട്ടി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇനി വേണമെങ്കിൽ അങ്ങനത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. പിന്നെ ലൈവ് വന്നോ വരണ്ടോ എന്നൊരു കാര്യം ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ സമയത്ത് ലൈവായിട്ട് വരുന്നതാണ്. അങ്ങനെ കാണാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ. അപ്പോൾ അതിൽ ചിലപ്പോൾ നമ്മൾ ഒരു ഓഫറോ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടാകാം. ചിലപ്പോൾ പണ്ട് നമ്മൾ കൊടുത്തിരുന്നു, ചിലപ്പോൾ വിളിക്കുന്നൊരു 3 പേർക്ക് നമ്മൾ ചിലപ്പോൾ ഒരു ഇത് കൊടുക്കുന്നുണ്ടാകാം. ഫ്രീ ആയിട്ട് ഒരൊറ്റ ക്വസ്റ്റ്യനുള്ള ആൻസർ നമ്മൾ ഫ്രീ ആയിട്ട് എടുത്ത് കൊടുക്കുന്നുണ്ടാകാം. അതിലാ താഴെ വരുന്ന കമൻറ്റ് നോക്കിയിട്ട്. അപ്പോൾ ഇത് ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാനത് ചെയ്തിട്ട് കാര്യമുള്ളൂ. കാരണം ജസ്റ്റ് 10-11 പേരൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ ഒരു ലൈവ് വന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അതിനുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈവ് നിങ്ങൾ പിന്നീടായിരിക്കും കാണുന്നത്. ആ പിന്നീട് കാണുന്ന സമയത്ത് നിങ്ങൾ കംപ്ലീറ്റ് കമൻ്റ് അടിച്ച് വന്നിട്ട് ഞാൻ ഒന്നാമത് എല്ലാ കമൻറ്റിനും റിപ്ലൈ കൊടുക്കുന്ന ആളാണ്. ഞാൻ അതിന് റിപ്ലൈ കൊടുക്കേണ്ടതായിട്ട് വരും. നിങ്ങൾ അയക്കുന്നതിന് എൻ്റെ പേഴ്സൻ്റെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് അറിയില്ല ആ സമയം കഴിഞ്ഞോ കഴിഞ്ഞില്ല എന്ന്. അപ്പോൾ നിങ്ങൾ അങ്ങനെ അത്തരത്തിലൊരു ലൈവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളൊരു ടൈം ഫിക്സ് ചെയ്തിട്ട് ആ സമയത്ത് നമുക്ക് ഇതേപോലെ തന്നെ ലൈവായിട്ട് ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിന് ഒരുപാട് പേര് കാണുന്നുണ്ടെങ്കിൽ മാത്രമേ അതിന് കാര്യമുള്ളൂ. അല്ലെങ്കിൽ നോർമൽ വീഡിയോസ് ഇടുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ നിങ്ങൾ മറ്റ് വീഡിയോസും കണ്ടു നോക്കാം. അപ്പോൾ ഒന്നിനെ ഫോഴ്സ് ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷേനി.